Hi everyone, welcome back to Playing 11. So, match number 3, Afghanistan വെച്ച് സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞിരിക്കുകയാണ്. റംഷാദ്, വെൽക്കം ടു ദ ഷോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സോ നമ്മൾ നല്ലൊരു ടൈറ്റ് മാച്ച് പ്രതീക്ഷിച്ചു ഇന്നലെ നമ്മുടെ ഡിസ്കഷനിൽ. അവരുടെ ഒരു സ്പിൻ അറ്റാക്ക് എല്ലാം വെച്ചിട്ട് സൗത്ത് ആഫ്രിക്ക കുറച്ചൊന്ന് ട്രബിൾ ആവും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ് നടന്നത്. എന്താണ് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ള മത്സരമാണത്. കാരണം റാഷിദ് ഖാന് വിക്കറ്റ്ലെസ് ആയി പോയി. നമ്മൾ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെ ഹെൻറി ക്ലാസൻ മാച്ചിൽ കളിച്ചില്ല. ഹെൻറി ക്ലാസിന് പകരം വന്ന ആള് സെഞ്ചുറി അടിച്ച് ഫോം തെളിയിച്ച്. എനിക്ക് തോന്നുന്നു റിക്കിൾട്ടൺ ഹെൻറി ക്ലാസൻ ഇല്ലെങ്കിലും പ്ലേയിങ്ങിലും ഉണ്ടാവും തോന്നുന്നു. എനിക്ക് ഡെക്കോസി ആണ് അവര് മേ ബി ഇൻക്ലൂഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. റിക്കിൾട്ടൺ എം ഐക്ക് വേണ്ടി കളിക്കണ്ടായിരുന്നു IL T20. സോ റിക്കിൾട്ടൺ അടുത്ത മാച്ചിലും കളിക്കുമായിരുന്നു. ഓൾറെഡി സെഞ്ചുറി അടിച്ചു, ഇല്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ക്ലാസൻ ഇല്ലാത്തത് ഞാൻ ചോദിച്ചു, ക്ലാസൻ ഇല്ലാതെ ആയത് അവർക്ക് കുറച്ചൊരു സെറ്റ് ബാക്ക് ആവും എന്ന് പ്രതീക്ഷിച്ചു. കാരണം മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സിനെ ടാക്കിൾ ചെയ്യാൻ അവരെങ്ങനെ കഷ്ടപ്പെടുക വിചാരിച്ചു. ബട്ട് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നടന്നു. നമ്മൾ പറഞ്ഞ പോലെ ഫസൽ ഫറൂഖിയുടെ ഒരു ഓപ്പണിംഗ് സ്പെല്ല് ക്രൂഷ്യലായിരിക്കും പറഞ്ഞു. ബട്ട് ഒരു ട്രബിളും ഫസൽ ഫറൂഖിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. സോ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു അവരുടെ ഓപ്പണിംഗും. ഫസ്റ്റ് ഒരു വിക്കറ്റ് നഷ്ടമായെങ്കിലും അവര് പിന്നെ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചു. എല്ലാവരും ഒരു കോൺട്രിബ്യൂഷൻ, ഒരു എൻ്റയർ കോൺട്രിബ്യൂഷൻ വന്നു ടീമിന്റെ സൈഡിൽ നിന്ന്. അതെ, സൗത്ത് ആഫ്രിക്ക 315 റൺ സ്കോർ ചെയ്തു 6 നഷ്ടത്തില്. പക്ഷേ അത് അഫ്ഗാനിസ്ഥാൻ അത് മറികടക്കാൻ പറ്റിയില്ല. അതിനകത്ത് ആരും കളിച്ചില്ല. അത് ഒരു പ്ലെയർ റഹ്മത്ത് ഷാ മാത്രമേ ഒരു ഒറ്റയാൾ പോരാട്ടം എന്നുള്ള രീതിയിൽ കളിച്ചിട്ടുള്ളൂ. ബാക്കി ആർക്കും അങ്ങനെ നല്ലൊരു 107 റണ്ണിന്റെ മികച്ചൊരു വിജയം നേടി സൗത്ത് ആഫ്രിക്ക ആദ്യത്തെ മത്സരത്തിൽ. ഫസ്റ്റ് ഇന്നിങ്സിൽ പറയുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ റിക്കൾട്ടന്റെ സെഞ്ചുറിയാണ് ഹൈലൈറ്റ്. പിന്നെ അവരെ ക്യാപ്റ്റൻ ബൗമ, വാണ്ടഡൂസൺ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും മാർക്രം നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ മാച്ചസ് ആയിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ ബോളിംഗ് ലൈനപ്പ് പറയുകയാണെങ്കിൽ റാഷിദ് ഖാൻ ഒരു വിക്കറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. അത്ര ഫലപ്രദമായിട്ട് കളിച്ചു. ഭയങ്കര ബാഡ് ആയിട്ട് ബോൾ ചെയ്തു. ഭയങ്കര ലൈനും ലെങ്ത് എല്ലാം ആകെ പാളി. എന്താ പറയുക, കുറച്ച് എക്സ്പെൻസീവ് ആയി. നമ്മൾ കണ്ട ഒരു നൂർ അഹമ്മദേ അല്ലായിരുന്നു. നൂർ അഹമ്മദ്, റാഷിദ് ഖാൻ, അത് അതിനകത്ത് നബി മാത്രമാണ് ഒന്നുകൂടെ. നബി നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പോലില്ല. നബിയാണ് 2 വിക്കറ്റ് എടുത്ത് ഒന്നുകൂടെ കംപ്ലീറ്റ്ലി ഓഫ് കളേഴ്സ് ആയിരുന്നു നൂർ അഹമ്മദും റാഷിദ് ഖാനൊക്കെ. സോ അതന്നെയാണ് അവർക്ക് ഈ മിഡിൽ ഓവേഴ്സിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റി സൗത്ത് ആഫ്രിക്കയ്ക്ക്. സോ അതന്നെയാണ് അവർക്ക് നല്ലൊരു സ്കോറിലിട്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ടെംപ്ലേറ്റ് തോന്നുന്നു. കാരണം പാകിസ്ഥാൻ പിക്ചേഴ്സിലെ ടെംപ്ലേറ്റ് ന്യൂസിലാൻഡ് കളിച്ചതും സൗത്ത് ആഫ്രിക്ക കളിച്ചതും കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ബാക്കിയുള്ള ടീംസ് എടുക്കേണ്ടതാണ് എന്ന് തോന്നുന്നത്. കാരണം പവർ പ്ലേയില് അധികം വിക്കറ്റ് കൊടുക്കാതെ നോക്കുക. പവർ പ്ലേയിൽ അതിനൊപ്പം തന്നെ ഒരു 40 to 50 റൺ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 50-55 റൺ സ്കോർ ശ്രമിക്കുക. ഒരു വിക്കറ്റിന് മേലെ പോവാതെ നോക്കുക. എന്നിട്ട് മിഡിൽ ഓവേഴ്സ് എത്രത്തോളം നമുക്ക് സ്ട്രൈക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റുമോ. കാരണം ബൗണ്ടറീസ് എല്ലാം കുറച്ചുകൂടി വലുപ്പമാണ്, ഇതുപോലെയല്ല, കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി. സോ സ്ട്രൈക്ക് റൊട്ടേഷൻസ് മിഡിൽ ഓവേഴ്സിൽ നടത്തുക. സ്പിന്നേഴ്സിന് നമ്മൾ അനാവശ്യ എയർ ഷോട്ടുകൾ കളിച്ച് ഔട്ടാവാതിരിക്കുക. മാക്സിമം സ്വീപ്പിലൂടെയും ഗ്രൗണ്ട് ഷോട്ടും കളിച്ച് അവർ 40 ഓവേഴ്സ് വരെ ഒരു 200-210 എന്നുള്ള സ്കോറിലോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ഡെത്ത് ഓവർ കഴിഞ്ഞ കളിയും ഈ കളിയും എല്ലാം 100+ റണ്ണ് ലാസ്റ്റ് 10 ഓവേഴ്സിൽ വന്നു. സോ അതായിരിക്കണം പാകിസ്ഥാൻ പിച്ചസിൽ ബാക്കിയുള്ള ടീംസും എടുക്കുന്ന ടെംപ്ലേറ്റ് എന്ന് തോന്നുന്നു. സൗത്ത് ആഫ്രിക്കന്റെ ഇന്നിങ്സിനെ പറയുകയാണെങ്കിൽ അവർ ബൗണ്ടറി കൗണ്ട് വളരെ കുറവാണ്. സിംഗിൾസും ഡബിൾസ് ആണ് ഏറ്റവും അധികം അവർ സ്കോർ ചെയ്തിട്ടുള്ളത്. അതെ. പിന്നെ 1-2 സ്ലോപ്പി ഫീൽഡിംഗ് ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്ന്. ബെറ്റർ എഫേർട്ട് ആയിരുന്നില്ല ഫീൽഡിങ്ങിൽ. സോ 2-3 ബൗണ്ടറീസും എനിക്ക് തോന്നുന്നു ഒരു 20 റൺസ് അവരൊരു ഗീവൻ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു 20 റൺസ് ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ ഓപ്പണേഴ്സ് ആണ് അവരുടെ മെയിൻ പില്ലേഴ്സ് അഫ്ഗാനിസ്ഥാന്റെ. സോ കുർബാസിന് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയില്ല. കുർബാസ് ഷോർട്ട് ബോളിന് ട്രാപ്പിഡ് ആയിപ്പോയി. തിളങ്ങാൻ പറ്റിയില്ല. ഇബ്രാഹിം സദ്രാന്റെ അടുത്ത് ഞാൻ ആ ഒരു റാഷ് ഔട്ട് പ്രതീക്ഷിച്ചതേ ഇല്ല.
ഞാൻ ഇതിനു മുന്നേ സാധാരണ അങ്ങനെ ഒരു ഔട്ട് ആവുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു 6 അടിച്ചു, അടുത്ത ബോള് കംപ്ലീറ്റ്ലി മാറി നിന്ന് ഒരു സ്ലോഗ് ശ്രമിച്ചു. സോ കുറച്ചുകൂടി എന്തോ മെച്യൂരിറ്റി കാണിക്കായിരുന്നു. അവരുടെ ഒരു ബാറ്ററും സെൻസിബിൾ ആയിട്ട് ബാറ്റ് ചെയ്തില്ല. റഹ്മദ് ഷാ മാത്രമാണ് അവസാനം വരെ ഒന്ന് പൊരുതി നോക്കിയത്. വേറെ ആർക്കും നിലനിർത്താൻ കഴിഞ്ഞില്ല. ബോളിങ്ങിന്റെ അടുത്ത് കാര്യം പറയുകയാണെങ്കിൽ സ്ലോ വിക്കറ്റ് ആണെങ്കിലും റബാഡന്റെ പെർഫോമൻസ് ക്രൂഷ്യലാണ്. അതെ, നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഒരു സീമറെ കൂടി നമ്മൾ കളിപ്പിക്കണം എന്ന് പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ. അലോങ് വിത്ത് ഫസൽ ഫറൂഖി ഉണ്ടെങ്കിലും ഒരാളെ അസ്മത്തുള്ള മറുതായി ഉണ്ട്, ബട്ട് അവളൊരു സ്വിംഗ് ബൗളറാണ്. പിന്നെ ഒരാളെയും കൂടി കളിപ്പിക്കണം എന്ന് പറഞ്ഞു, ജെനുവിൻ സീം ബൗളറെ. ബട്ട് അവർ ആ ഒരു ഇത് മിസ്സാക്കി, ഒരു എക്സ്ട്രാ ബാറ്ററെ ഉൾപ്പെടുത്തി അവരൊരു ബൗളിങ്ങിൽ കോംപ്രമൈസ് ചെയ്ത പോലെ തോന്നി അഫ്ഗാനിസ്ഥാൻ. അതെ, അതാണ് അവർക്കും ബാക്ക് ഫയർ ആയത് എന്ന് വിചാരിക്കണം. രണ്ട് ടീമിന്റെയും പ്ലാന് വ്യക്തമായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 ക്യാപ്റ്റന്മാരും പറഞ്ഞു ടോസ് കിട്ടിയ ബാറ്റിംഗ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഷഹദി അതന്നെയാണ് ടോസിൽ പറഞ്ഞത്, ഞങ്ങൾ ടോസ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ബാറ്റിംഗ് ചൂസ് ചെയ്തു. അതെ, സോ അതാണ് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ മാച്ച് സമ്മറി എന്ന് പറയുന്നത്. സോ നല്ലൊരു പെർഫോമൻസ് സൗത്ത് ആഫ്രിക്കന്റെ സൈഡിൽ. സൗത്ത് ആഫ്രിക്ക ലുക്ക് സ്ട്രോങ് അല്ലേ, ഒരു ടൈറ്റിൽ കണ്ടന്റർ ടീമിനെ പോലെ തോന്നുന്നു സൗത്ത് ആഫ്രിക്ക. ഓൾറൗണ്ട് അതെ, എല്ലാ പ്ലേയേഴ്സും നല്ല ഫോമിലാണ്. ഏറ്റവും വലിയ ഫാൾട്ട് അതാണ്, അവസാന നിമിഷമാകുമ്പോൾ അവർ ബോട്ടിൽ ചെയ്തത്. അതെ, സോ ഇത്തവണയും നല്ലൊരു സ്ട്രോങ് ടീമാണ്. എല്ലാ ബേസസും കവേർഡ് ആണ്. ഓൾറൗണ്ട് മുൾഡർ നന്നായി ബോൾ ചെയ്തു, നന്നായി ഫിനിഷിംഗ് ചെയ്തു ലാസ്റ്റ് ഡെത്തിൽ ബാറ്റിംഗിൽ. സോ 2 നല്ലൊരു ഹിറ്റ് ഒക്കെ അടിച്ചു. ലാസ്റ്റ് ബോൾ 6 അടിച്ചു തോന്നുന്നു എനിക്ക്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോ സൗത്ത് ആഫ്രിക്ക ഒരു ഹ്യൂജ് വിന്നോടെ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കക്ക് ഓസ്ട്രേലിയ ഓർ ഇംഗ്ലണ്ട് ഏതെങ്കിലും ഒരു ടീമിനെ വീഴ്ത്തിക്കുന്ന സെമിയിലോട്ട് കടക്കാം. സോ അഫ്ഗാനിസ്ഥാൻ ഇനി ഇംഗ്ലണ്ട് ആൻഡ് ഓസ്ട്രേലിയ 2 ടീമിനും മറികടക്കണം. സോ അതൊരു ബാലികേറാ മല അല്ല എന്ന് തോന്നുന്നു. സൗത്ത് ഒന്നും കൂടി കുറച്ചുകൂടി മെച്ചൂർഡ് ക്രിക്കറ്റ് കളിക്കുകയാണ്, കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മറികടക്കാൻ പറ്റുന്ന ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും. സോ അതാണ് ഇന്നത്തെ കളിയുടെ സമ്മറി. സോ നാളെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണ്. 3 മാച്ചസ് നമുക്ക് 1 സൈഡ് മാച്ചസ് ആയിപ്പോയി. ബട്ട് നാളെ എങ്കിലും നല്ലൊരു മാച്ച് വിചാരിക്കണം. ഓസ്ട്രേലിയ ആൻഡ് ഇംഗ്ലണ്ട് എപ്പോഴും എന്നും റൈവൽറി നിൽക്കുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ ആൻഡ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. സോ ബട്ട് നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് വരുന്ന സമയത്ത് പറയേണ്ട മെയിൻ കാര്യം, ആ ഒരു മൈറ്റി ഓസീസ് ആണോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. മൈറ്റി ഓസീസ് ഏകദിനത്തിൽ കുറച്ച് വീക്കാണ്, പക്ഷേ ICC ടൂർണമെന്റ് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് അവർ കളിക്കുന്നത്. പക്ഷെ ഒരു മെയിൻ പില്ലേഴ്സ് ഇല്ലല്ലോ അവരുടെ. 3 മെയിൻ സീമേഴ്സ്, കമ്മിൻസ്, ഹേസൽവുഡ്, സ്റ്റാർക്ക്. ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് അതിലില്ല. അതുപോലെ തന്നെ സ്റ്റോണിസ് ആൾ ഓഫ് ദ സഡൻ റിട്ടയർ ചെയ്തു. അതെ, ആൾ ഓഫ് ദ സഡൻ സ്റ്റോണിസ് റിട്ടയർ ചെയ്തു. മാർഷ് പരിക്കാണ്. സോ ഇതിനൊക്കെ എങ്ങനെ അവര് കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ളതാണ് മെയിൻ ഘടകം. ഇംഗ്ലണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബാസ്ബോൾ എന്ന് പറഞ്ഞൊരു കളി അവര് മുന്നോട്ട് വെക്കുന്നുണ്ട്, ബേസ്ബോൾ. സോ അത് ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ആണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ RCBയുടെ കാര്യം പറയുന്ന പോലെ ആൾക്കാർക്ക് ഇത് എന്റർടൈൻമെന്റ് ആണ്. ഫൈനലി അത് ടീമിന് എന്നുള്ള കാര്യമാണ്. അതിന്റെ ടീമിന് ഒരു റിസൾട്ട് കൊണ്ടുവരുന്നില്ല. എന്റർടൈൻമെന്റ് ഉണ്ട്, പക്ഷെ ടീമിന് റിസൾട്ട് കിട്ടുന്നില്ല. എനിക്ക് ഇപ്പോ രണ്ടൊരു ബാറ്റിംഗ് പവർ ഹൗസ് ടീമുകളാണ്. അതെ, ബാറ്റിംഗിലാണ് രണ്ടുപേരുടെ സ്ട്രെങ്ത്. സോ ഓസ്ട്രേലിയ എങ്ങനെ പോകാനാണ് ചാൻസ്? നാളെ ട്രാവൽസ് ഹെഡ്, മാത്യു ഷോട്ട്, സ്റ്റീവ് സ്മിത്ത്, ലബുഷേൻ, ഗ്ലെൻ മാക്സ്വെൽ, ഇംഗ്ലീഷ്, ആരോൺ ഹാർഡി, സീൻ അബോട്ട്, നഥാൻ എലിയേസ്, ആഡം സാംബ, സ്പെൻസർ ജോൺസൺ. ഈ ഒരു 11 പോകാനാണ് ചാൻസ്. ഇതിനകത്തൊരു അഡീഷൻ ചിലപ്പോൾ ഉണ്ടാവും. ജാക്ക് ഫ്രേസർ മാക്കർ ഉണ്ടാവും, ചിലപ്പോൾ കളിക്കാനുണ്ടാവും. ഇല്ല, അവര് ഷോട്ടിനെ പോകുന്നാണ് എനിക്കൊരു തോന്നല്. ഫ്രേസർ മാർക്കിനെ അവര് പരീക്ഷിക്കുമോ? കഴിഞ്ഞ കളിയിലെ ചാൻസ് കൊടുത്തിട്ടുണ്ടായി ലാസ്റ്റ് ഏകദിനത്തില് ശ്രീലങ്കയ്ക്കെതിരാന്ന് തോന്നുന്നു.
ബട്ട് എനിക്ക് തോന്നുന്നു മാത്യു ഷോട്ടിനെയാണ് അവർ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്പണർ ആയിട്ട്. സോ ജയസൂര്യ കർമാകർ ഒരു നോക്കാം, നാളെ നമുക്ക് ബാക്കപ്പ് ആയിട്ട് എടുക്കുന്ന പോലെയാണ് തോന്നുന്നത്. സോ അതാണ് ഒരു 11 എന്ന് നോക്കിക്കഴിഞ്ഞാൽ. ബട്ട് ഇംഗ്ലണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇംഗ്ലണ്ട് ഫിൽസാൾട്ട്, ബെൻ ഡക്കറ്റ്, ജോ റൂട്ട്, ഹാരി ബ്രൂക്ക്, ബട്ട്ലർ, ലിവിങ്സ്റ്റൺ, ടോം ബാൻഡൻ, ബ്രണ്ടൻ കാസ്, ആദിൽ റഷീദ്, ആർച്ചർ വുഡ്. സോ 11 ആള് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റിംഗ് നിര. പേപ്പറിൽ ഒന്നുകൂടി ശക്തമായ ടീം ഇംഗ്ലണ്ടാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവരും വന്ന ഉടനെ അടിക്കുക എന്നുള്ള ഒരു മൈൻഡിൽ മാത്രമാണ് കളിച്ചോണ്ടിരിക്കുന്നത്. അതിലിപ്പോ നമുക്ക് പറയാൻ പറ്റുന്നത് ജോ റൂട്ടും ബട്ട്ലർ മാത്രമാണ് ഇന്ത്യക്കെതിരെയുള്ള മത്സരങ്ങളിൽ ടെമ്പർമെന്റ് കാണിച്ചത്. സോ അതൊരു പ്രശ്നമാണ്. ബട്ട് ഹാരി ബ്രൂക്കിന്റെ റെക്കോർഡ് പാകിസ്ഥാനിൽ ഭയങ്കരമാണ്. സോ റീസെന്റ് നടന്ന ടെസ്റ്റില് അവിടെ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചതാണ് ഹാരി ബ്രൂക്ക്. ഹാരി ബ്രൂക്ക് എപ്പോഴൊക്കെ പാകിസ്ഥാനിൽ ടൂർ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നല്ല സ്കോർ ചെയ്തിട്ടുണ്ട്. സോ അവിടെ കളിച്ച് പരിചയമുണ്ട്, ആ ഒരു എക്സ്പീരിയൻസും ഉണ്ട്, ആ ഒരു കോൺഫിഡൻസും ഹാരി ബ്രൂക്ക് ക്യാരി ചെയ്യുന്നുണ്ടാവും. സോ ആ പിച്ചസിലെല്ലാം കളിച്ച് സ്കോർ ചെയ്ത റൺസിന്റെ ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായും ഹാരി ബ്രൂക്ക് ക്യാരി ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഹാരി ബ്രൂക്ക് എന്നുള്ളത് ആ ഒരു എക്സ് ഫാക്ടർ ആണ്. സോ ഹാരി ബ്രൂക്കിന് നമ്മളിവിടെ എങ്ങനെയാണോ ഗില്ലിനെ, ജയ്സ്വാളിനെ ഒക്കെ കാണുന്നത് അതുപോലെയാണ് ഇംഗ്ലണ്ടിലെ ഹാരി ബ്രൂക്കിനെ അവർ കാണുന്നത്. നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് ഹാരി ബ്രൂക്കിനെ കാണുന്നത്. ബട്ട് ഒരു കൺസിസ്റ്റൻസി ഹാരി ബ്രൂക്കിന്റെ നിന്ന് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഒരു സബ് കോണ്ടിനെന്റൽ കണ്ടീഷനിൽ വരുന്ന സമയത്ത് ഹാരി ബ്രൂക്ക് കംപ്ലീറ്റ്ലി ഫെയിൽഡ് ആവാണ്. സോ പിന്നെ ലിവിങ്സ്റ്റൺ ഒരു 10 കളിയിൽ ഒരു 20 കളിയിൽ ഒരു കളി കളിച്ചാലായി എന്നുള്ളൊരു അവസ്ഥയാണ്. ഒട്ടും കൺസിസ്റ്റന്റ് അല്ല. പക്ഷെ ലിവിങ്സ്റ്റന്റെ ബോളിംഗ് മാത്രം വെച്ചിട്ട് അവർ ഉൾപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നുന്നത്, ഒരു ബോളും ബാറ്റും ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്ന നിലയ്ക്ക്. സോ അതാണ് ലിവിങ്സ്റ്റന്റെ. അല്ലെങ്കിൽ അവർക്ക് ജെമി സ്മിത്ത് എന്നൊരു പ്ലെയർ ഉണ്ട്, നല്ല പ്ലെയർ ആണ്. സോ ജെമി സ്മിത്ത് ബട്ട് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. സോ ആ ഒരു 2 ഡയമെൻഷൻ ഇല്ല ചിലപ്പോ. അതുകൊണ്ടാണ് ഇവര് ലിവിങ്സ്റ്റണിലോട്ട് കൂടുതൽ പോകുന്നത്. ബട്ട് ലിവിങ്സ്റ്റൺ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. ബെൻ ഡക്കറ്റ് നല്ല ഫോമിലാണ്. ജോ റൂട്ട് ഓൾവേസ് ഒരു സ്ഥിരതയുള്ള ബാറ്ററാണ്. ജോസ് ബട്ട്ലർ അതുപോലെ തന്നെ. ബട്ട് ബോളിംഗിലോട്ട് വരുമ്പോൾ പിന്നെയും പ്രശ്നങ്ങളാണ് അവിടെ. ആകെ ആദിൽ റഷീദിനെ സപ്പോർട്ട് ചെയ്യാൻ ആദിൽ റഷീദിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ സ്പിന്നർ ഇല്ല. പിന്നെ ലിവിങ്സ്റ്റണും ജോ റൂട്ടും ആണ് ചെയ്യേണ്ടത്. സോ അത് ആദിൽ റാഷിദ് ഖാനും നൂർ അഹമ്മദിനും ഒന്നും ചലനം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പിച്ചസിൽ പോയി. ലിവിങ്സ്റ്റണും ജോ റൂട്ടും എല്ലാം എന്താണ് അവരുടെ മാജിക് കാട്ടാൻ പോകുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നോക്കാം. ഇത് ഇവരിനകത്തും ആദം ജാമ മാത്രമേ ഉള്ളൂ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്ന് പറയാൻ. അതെ, പിന്നെ മോറോവർ എല്ലാം ഒരു T20 ബൗളേഴ്സ് ആണ് ഓസ്ട്രേലിയ സൈഡും ഉള്ളത്. ഇപ്പൊ നഥാൻ എലീസ് ആയിക്കോട്ടെ, സീന ബോട്ട് ആയിക്കോട്ടെ, സ്പെൻസർ ജോൺസൺ ഒക്കെ കഴിഞ്ഞ IPL എനിക്ക് തോന്നുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഗുജറാത്തിൽ പോലും കളിച്ചിട്ടില്ല. സ്പെൻസർ ജോൺസൺ ഒക്കെ ഇപ്പം അവസാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ് ഫാസ്റ്റ് ബോളർമാർക്ക് പരിക്കായ സമയത്ത്. അതെ, കാരണം ഗുജറാത്ത് ഒരു 11 കോടിക്ക് എടുത്തല്ലോ എന്നുള്ള ആ ഒരു നെയിംസേക്കിന് വേണ്ടി 2-3 കളി കളിപ്പിച്ചു എന്നല്ലാതെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനൊന്നും IPL പറ്റിയിട്ടില്ല. സോ ഒരു ബൗളിംഗ് അറ്റാക്ക് വളരെ വീക്കാണ് കമ്പാരിറ്റീവ്ലി. ഇവിടെ ഒരു ജോഫ്ര ആർച്ചർ മാർക്കുണ്ടെങ്കിലും ഉണ്ട്, ഒരു പേസ് എന്തെങ്കിലും പറയാനുണ്ട്. ബട്ട് അവിടെ അതും ഇല്ല. നഥാൻ എലീസ് ആണ് കുറച്ചുകൂടി ഉള്ളതിൽ കുറച്ച് ബെറ്റർ ബൗളർ എന്ന് പറയുന്നത്. ബട്ട് നഥാൻ എലീസ് നല്ല ബൗളറാണ് T20യിൽ. ബട്ട് വൺഡേയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാം ശരിക്കും അവരുടെ ആ 3 ഫാസ്റ്റ് ബൗളേഴ്സ് ആണ് അവരുടെ പില്ലർ. അവരെ ശരിക്കും മിസ് ചെയ്യുന്നുള്ളത് നാളത്തെ കളിയിൽ അറിയാമോ? അതെ, പിന്നെ സ്റ്റീവ് സ്മിത്തിന്റെ ക്യാപ്റ്റൻസി. സോ ആൾവേസ് ഒരു ടെക്നിക്കൽ ബ്രില്യൻ ക്യാപ്റ്റൻ ആണ് സ്റ്റീവ് സ്മിത്ത്. സോ സ്റ്റീവ് സ്മിത്ത് എങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത്. കാരണം 2007 T20 വേൾഡ് കപ്പിന് ധോണി പോയ സമയത്ത് ഒരിക്കലും കമ്പാരിസൺ അല്ല, ബട്ട് അന്ന് ഇതേപോലെ ഒരു ഇൻഎക്സ്പീരിയൻസ് ആയുള്ള സ്ക്വാഡായിരുന്നു ധോണിക്ക് കിട്ടിയത്. ധോണി ഇൻഎക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് അതോടൊപ്പം തന്നെ ടീമും ഒരു T20 ഒരു പുതിയൊരു സൈഡായിരുന്നു. ബട്ട് അന്നെല്ലാം എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ കപ്പുയർത്തി ധോണി എന്ന സംഘം. അതേപോലെ ഒരു ചരിത്രം സ്റ്റീവ് സ്മിത്തിന് കുറിക്കാൻ പറ്റുമോ? അതെ, പിള്ളേരായിട്ട് പോയിട്ട് കപ്പടിക്കാൻ പറ്റും ഉള്ള ഒരു കോൺഫിഡൻസിലാണ് വരിക. ഓസ്ട്രേലിയ ഓൾവേസ് ഓസ്ട്രേലിയ. പറഞ്ഞാലും ഏതൊരു മൊമെന്റിലും അവര് ജയിക്കാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യതയിലോട്ടാണ് അവരെന്ത് പറയാ
സഞ്ചരിക്കുക. സോ അതെ. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിലും കണ്ടാണ് അഫ്ഗാനിസ്ഥാനായിട്ടുള്ള മാച്ച്. ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത്. സോ അതില് കമ്മിൻസിന്റെ ബാറ്റിങ്ങും അതിൽ ഒരുപാട് മിസ് ചെയ്യും. കാരണം നമ്മൾ ആ വേൾഡ് കപ്പ് മാച്ചസ് നമ്മളെ മാക്സ്വെലിനെ നമ്മൾ വാനോളം പുകഴ്ത്തുമെങ്കിലും അതിലെല്ലാവരും അണ്ടർ റേറ്റഡ് ആയി പോയ ഒരു ഇന്നിങ്സ് ആണ് കമ്മിൻസിന്റെ. കമ്മിൻസ് അപ്പുറത്ത് ഒരു 70-80 ബോൾ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പർ സൈഡ് ഓൾ ഔട്ട് ആയിട്ടുണ്ടാവും. സോ കമ്മിൻസിനെ പോലെ അത്ര ഹാൻഡി ആയിട്ടുള്ള ഒരു ബാറ്റർ നമ്പർ 8 നമ്പർ 9 കളിക്കുന്ന ഒരു ബാറ്റർ അവര് കമ്മിൻസിന്റെ ബാറ്റിംഗ്. സോ നാളെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണ്. സോ എന്താണ് നാളെ നല്ലൊരു കളി പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പം ഹുദന്റെ പിക്ക് എന്താണ് നാളത്തെ? I'm going with Australia. നീ മാറ്റി ഇംഗ്ലണ്ട് പിടിച്ചോ? ഇല്ല, ഞാനെന്താണ് ഓസ്ട്രേലിയയിലാണ്. നാളത്തെ ഫാന്റസി 11 എന്താണ്? നാളത്തെ ഫാന്റസി 11 എനിക്ക് തോന്നുന്നു ബെൻഡക്കറ്റിന്റെ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. ഒരു 5 ആളുടെ പേര് പറഞ്ഞു. 5 ആളുടെ പേര് ട്രാവിസ് ഹെഡ്, എനിക്ക് ജാക്ക് ഫ്രേസർ മാഗർ കളിക്കും തോന്നുന്നുണ്ട്, ബെൻഡക്കറ്റ്, ജോ റൂട്ട്, പിന്നെ ആദിൽ റഷീദ്. സോ ഞാനിന്നാ ഫിൽ സാൾട്ടിന് തുടങ്ങാം. ഫിൽ സാൾട്ട്, ഹാരി ബ്രൂക്ക്, ഹാരി ബ്രൂക്ക്, സ്റ്റീവ് സ്മിത്തിന് എടുക്കണു ക്യാപ്റ്റൻ. ദെൻ ആഡം സാംബ, ഞാൻ ഒരു സ്പിന്നർ എടുത്തു, ആഡം സാംബ. ദെൻ ടോം ബാൻഡൻ നല്ലൊരു ഓൾറൗണ്ടർ, ടോം ബാൻഡൻ എടുത്തു. ദെൻ ജോഫ്ര ആർച്ചർ. ഫാസ്റ്റ് ബോളർമാർക്ക് വിക്കറ്റ് കിട്ടുന്നുണ്ട് പാകിസ്ഥാനില്. കുറച്ച് മത്സരം നോക്കിയാൽ സ്പിന്നർമാര് മാത്രമല്ല ഫാസ്റ്റ് ബോളേഴ്സിന് വിക്കറ്റ് കിട്ടുന്നുണ്ട് ആക്ച്വലി. അതെ, മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സ് കൺട്രോൾ ചെയ്യുക, വിക്കറ്റ് വന്നെടുക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് ആണ്. അതാണ് ടെംപ്ലേറ്റ് കാണുന്നത്. ഇന്നലെ മുഹമ്മദ് ഷെയ്ബി, ഇന്ന് റബാഡ. അതെ, സോ അതാണ് നാളത്തെ മാച്ചസ് ആൻഡ് ഫാന്റസി 11. സോ അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി, കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം രഞ്ജി ട്രോഫിയുടെ. സോ 70 വർഷത്തിന് അത് എന്താ പറയാ, എല്ലാവരും ലക്ക് എന്ന് പറയും, ബട്ട് ലക്ക് ഓൾവേസ് ഫേവേഴ്സ് ദ ബ്രേവ്. അതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. സോ ക്വാർട്ടർ ഫൈനൽ 1 റൺ ലീഡില് നമ്മൾ സെമിയിലോട്ട് വരുന്നു, സെമിയിൽ 2 റൺ ലീഡ് നമ്മൾ ഫൈനലിലോട്ട് പോകുന്നു. പ്യൂർ ഹാർഡ് വർക്ക്. ഇന്ന് കളി തുടങ്ങുമ്പോൾ 22 റണ്ണ് മതിയായിരുന്നു അവർക്ക് ട്രയൽ ചെയ്യാൻ. സോ 3 വിക്കറ്റ് ഉണ്ടായിരുന്നു, 3 സെറ്റിൽ ബാറ്റ്സ്മാൻ ആയിരുന്നു. സോ അതില് ജലസക്സീനിന്റെ ഒക്കെ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് കേരള ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. സോ മലയാളികൾ അല്ലെങ്കിൽ പോലും നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു പ്ലെയർ ആണ്. സോ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിലൊക്കെ എന്നോ കളിക്കേണ്ട പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു. അതെ, സോ അശ്വിൻ എന്നൊരു വൻമരം അവിടെ ഇങ്ങനെ കൊടികുത്ത് വാഴുന്ന സമയത്ത് ആ ഒരു പൊസിഷനിലോട്ട് കഴിഞ്ഞൊരു 10 വർഷത്തേക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അശ്വിൻ അരങ്ങൊഴിയുന്ന സമയത്ത് ഏകദേശം ആള് മേജ്ഡ് ആയി. അതെ, അത്രയും ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ബാറ്റ് വിത്ത് ബോൾ ഒരുപാട് കളികൾ സിംഗിൾ ഹാൻഡഡ്ലി കേരളത്തിന് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബട്ട് ഇതില് ഏറ്റവും ബ്രില്യന്റ്, നമുക്കെന്താ പറയാ, ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സെമി ഫൈനലിസ്റ്റില് കേരള ടീം മാത്രമാണ് ഒരു ക്യാപ്ഡ് പ്ലേയേഴ്സ് പോലും ഇല്ലാത്ത ടീം. ബാക്കി എല്ലാ ടീമിലും ക്യാപ്ഡ് പ്ലേയേഴ്സ്. അതെ, പരിക്കേറ്റ് പോയി. പിന്നെ നമ്മുടെ ടീമിൽ ഇപ്പൊ ക്യാപ്ഡ് പ്ലേയേഴ്സ് ആരുമില്ല. സോ അങ്ങനെ ക്യാപ്ഡ് പ്ലേയേഴ്സ് ആരും ഇല്ലാതെ തന്നെ നമ്മളൊരു ഫൈനലിലോട്ട് എത്തുക. സോ അതും നമ്മൾ ഈ പറയുന്ന പോലെ ചെറിയ കാര്യമല്ല. ഇത് രഞ്ജി ഫൈനലിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോ ആൾക്കാർ വിചാരിക്കും എന്താ സംഭവം എന്ന്. കാരണം ഇന്ത്യയിൽ തന്നെ ഡൊമസ്റ്റിക് കളിക്കുന്ന എനിക്ക് തോന്നുന്നു 36-38 ടീമുകൾ ക്ലബ് ഉണ്ട്, അറൗണ്ട് രഞ്ജി ടീംസ് ഉണ്ട്. ഈ ടീമുകൾക്കുള്ളിൽ നിന്ന് ഒരു ടീം വരിക, അതില് നമ്മള് സ്റ്റാൾവാർട്ട് ആയ ടീം മുംബൈ, വിദർഭ, അങ്ങനെ മഹാരാഷ്ട്ര, പഞ്ചാബ്, അതെ മുംബൈ, ഇത്രയും സ്റ്റാൾവാർട്ട് ആയിട്ടുള്ള കുറെ ടീമുകളൊക്കെ ഉണ്ടായ സമയത്ത് അവരെല്ലാം മറികടന്ന് കേരളം ഫൈനലിലോട്ട് എത്തുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നമുക്ക് കപ്പ് ജയിക്കാൻ സാധിക്കട്ടെ. സോ അതൊരു ചരിത്ര മുഹൂർത്തമായിരിക്കും കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് നല്ല പ്ലേയേഴ്സും ഉണ്ട്. അസറുദ്ദീൻ ആയിക്കോട്ടെ, നല്ല പ്ലേയേഴ്സിന് ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ശ്രദ്ധ നേടാനുള്ള ഒരു അവസരമാണ്. അതെ, സൽമാൻ, അസറുദ്ദീൻ, അവർക്കെല്ലാം
നല്ലൊരു IPL ഫ്രാഞ്ചൈസിയിലോട്ട് അവർക്ക് അവർ എടുക്കുന്നുണ്ട് ടീംസ്, ബട്ട് അവർക്കൊരു എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. സോ ഇതൊക്കെ അവരുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ. സോ ഒരു സഞ്ജു സാംസൺ മാത്രമല്ല, ഒരുപാട് പ്ലെയേഴ്സ് ഉയർന്നു വരട്ടെ കേരളത്തിൽ നിന്ന്. സോ 26-ന് കളി സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നു, സൺഡേ. സോ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അന്ന് തന്നെയാണ്, 23-നാണ്. ഓക്കെ. സോ 26-നാണ് മാച്ച്, രഞ്ജി ഫൈനൽ എന്നാണ്. സോ കേരളം നമുക്ക് കപ്പുമായിട്ട് ജയിക്കാൻ. വിദർഭ ശക്തമായ ടീമാണ്. അതിൽ എന്താ പറയാ, വിദർഭയാണ് ഫേവറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് നമുക്കറിയാലോ ഇത് ക്രിക്കറ്റാണ്, എന്ത് സംഭവിക്കാം. നമ്മൾ തന്നെ ജയിക്കട്ടെ, നമ്മളെ ജയിക്കൂ. അതെ. അതെ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് കളിക്ക് ശേഷം സോ വീണ്ടും കാണാം. താങ്ക് യു റംഷാദ്. ഗുഡ് നൈറ്റ്.